ടൈഗർ ഉറങ്ങണുണ്ട് നിങ്ങൾ. ഇത് ഇങ്ങനെ കിടന്ന് ഉറങ്ങട്ടെ. ടൈഗർ ഇരിക്കണണ്ട. ഇങ്ങനെ കുഹയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ്ട. മുരുകൻ പോലെ അകത്തോട്ട് കയറാൻ നമുക്ക്. 70 km/h ഓടാൻ പറ്റിയൊരു പക്ഷി. അങ്ങനെയുള്ളൊരു പക്ഷീനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? താഴേക്കിറങ്ങി കഴിഞ്ഞാൽ തൊട്ടടുത്ത് വന്നിട്ടുണ്ട് സംഭവം. നല്ല വെടിച്ചൊരു സ്ഥലമുണ്ട്. ലുക്കാണ്, നല്ല ഭംഗിയുണ്ടാണ്. ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോളും എല്ലാം ചെയ്ത് നല്ല സൂപ്പറായിട്ട് ചെയ്ത് വെച്ചേക്കണം. നല്ല ഭംഗിയുണ്ടാണ്. ഗൈസ്, എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും അതുപോലെ സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു ട്രിപ്പിലേക്ക് പോവുകയാണ്. അതായത് നമ്മുടെ കാൻബറയിലെ അക്വേറിയം ആൻഡ് സൂവിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അതേ നമ്മളത് സൂവിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാം. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. അടിപൊളി സ്ഥലമാണ്. നല്ല സൂപ്പറായിട്ടുള്ള വെടിച്ചലായിട്ടുള്ള ആനിമൽസും അതുപോലെ തന്നെ അക്വേറിയം നല്ലതാണെന്ന് പറഞ്ഞു. നമുക്ക് നിങ്ങളുടെ കാഴ്ചകളിലേക്ക് നമുക്ക് കയറാം. ഓക്കെ, സൂവിലേക്ക് കയറാൻ മുമ്പ് നമുക്ക് ചെക്ക് ഇൻ ഉണ്ട്. അതായത് CBR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നാഷണൽ സൂ ആൻഡ് അക്വേറിയം ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം അതിൻ്റെ അടുത്തോട്ട് കയറാൻ. ഇതാണ് സമയമായിട്ട് ഇവിടുത്തെ 9:30 to 5 PM ആണ്. ക്രിസ്മസ് ഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഓപ്പൺ ആണെന്ന് പറഞ്ഞേക്കണം. പിന്നെ റിഗാർഡിങ് കോവിഡിൻ്റെ ഒരു റിസ്ട്രിക്ഷനായിട്ടുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രൈസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അഡൽറ്റിനാണെങ്കിൽ $49, സീനിയർ സ്റ്റുഡൻറ്റിന് 42, ചൈൽഡിന് അണ്ടർ 3, ഫാമിലി ആയിട്ട് $135. നമ്മളിപ്പോൾ $135 പേ ചെയ്താണ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൂവിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി കാഴ്ചകളാണ്. ഇപ്പോൾ നമുക്ക് എൻട്രൻസിൽ തന്നെ കേട്ടോ. ഇവിടെ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ ഒരു ബെയർ വെച്ചാണ് വെൽക്കം ചെയ്യുന്നത്. ഇവിടെയാണ് അതിൻ്റെ റിസപ്ഷൻ. നമുക്കത് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ പാക്ക് പോലെ അതിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മാപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും എവിടെയാണ് എൻഡ് ചെയ്യുന്നതും എല്ലാം ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസും എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്ഥലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീറ്റയുടെ സ്ഥലം കേട്ടോ. ചീറ്റയുടെ അവിടെ കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനായിട്ട് നമുക്ക് മരത്തിൻ്റെ ചോട്ടിലുണ്ടെന്ന് പറയാം. നമുക്ക് നോക്കി കാണാൻ പറ്റുമോ? അവിടെ ഉണ്ട്. എത്രത്തോളം കാണാൻ പറ്റും നമ്മൾ സൂം ചെയ്ത് നോക്കാം. ഇതേ എടുക്കണം. കണ്ട ഗൈസ്, കിടപ്പുണ്ട്. ഇതാണ് ചീറ്റ്. അപ്പോൾ അടുത്തത് നമ്മൾ വേറൊരു സെക്ഷനിൽ എത്തിയേക്കണം. അവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് റിംഗ് ടെയിൽഡ് ലേമർ എന്ന് പറഞ്ഞ സംഭവം. ലേമർ കാറ്റ എന്ന് പറയുന്ന സംഭവം കണ്ടോ. അവിടെ ഇപ്പോൾ ഉണ്ട് കണ്ടോ. ലേമർ കാറ്റ, അതായത് റിംഗ് ടെയിൽഡ് ലേമർ നടക്കണ കണ്ടോ. നോക്കി, അടിപൊളിയാണ് കാണാനായിട്ട്. അതിന് കൂടും ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഇതിനെല്ലാത്തിനും ഒരുപാട് സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലം കൊടുത്താണ് അവർ ചെയ്ത് വെച്ചാണ്. അതിൻ്റെ അകത്ത് കയറിക്കണ ഇത് ആടാനും ചാടാനും പാടാനും പറ്റിയ എല്ലാ സ്ഥലങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. നല്ലൊരു ഫ്രീഡം നമുക്ക് അനുഭവപ്പെടാം. നമുക്കും ഒരുപാട് ഫ്രീഡം കിട്ടുന്നുണ്ട്. അതുപോലെ ആനിമൽസിന് ഒരുപാട് ഫ്രീഡം. അതായത് അവർക്കൊരു കേജി കിടക്കണമായിട്ട് തോന്നില്ല. കണ്ടാ, അവർ ഹാപ്പിയാണ്. അവർ ഫുഡ് കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിരുന്ന് എന്തോ പാട്ട് പാടിയെന്ന് തോന്നുന്നു കേട്ടോ. ഏത് പാട്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് എന്തോ പാട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ആഫ്രിക്കൻ പെയിൻറ്റഡ് ഡോഗ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ കുറേ അകലെയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതിനുവേണ്ടി അവർ ടെലസ്കോപ്പ് പോലെ സംഭവം വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കാണാം കേട്ടോ. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റഫ്ഡ് ലീമഴാന്ന് തോന്നുന്നു കേട്ടോ. ലെമഴാണോന്ന് അറിയില്ല. ലീമഴ ആയിക്കോളും. ഒരു മങ്കി പോലത്തെ നല്ല അടിപൊളി മങ്കി കേട്ടോ. നല്ല സൂപ്പർ മങ്കി. ഹലോ നമുക്ക് അടുത്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതായിരിക്കുന്നുണ്ട് ലീമ. ഇതിനെല്ലാത്തിനും അത് ഫ്രീഡം ആയിട്ടുള്ളൊരു സ്ഥലവും ഒരു വലിയ മരത്തിലാണ് അവർ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു കേജ്, മഴയൊക്കെ പെയ്യണ അതിൻ്റെ അകത്ത് റെസ്റ്റ് ചെയ്യാം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ഷറിയസ് ലൈഫിലാണ് അവർ താമസിക്കുന്നത്. സൂവിലായാലും ഇത് അടുത്തത് പോകണം. നോക്കി കേട്ടോ, നല്ല സൂപ്പറാണ്. അവർക്ക് ഇതേ കളിക്കാൻ വേണ്ടി സാധനങ്ങൾ വെച്ച് പോലും ചെയ്യണം കേട്ടോ. കളിപ്പാട്ടം പോലും വെച്ച് കൊടുത്തേക്കാണ് അവർക്ക് കളിക്കാനായിട്ട്.
തൊട്ടടുത്താണ് ചേട്ടാ അതുണ്ട്. ഇതുമ്പോൾ കളിച്ചോണ്ടാണ് നേരെ അങ്ങോട്ട് പോയത്, മുകളിൽ കയറിയൊക്കെ. ഇവിടെ നോക്കിയേ, ഇവിടെ നല്ല അടിപൊളി നമ്മുടെ വലിയൊരു ക്യാറ്റ് പോലത്തെ ഉള്ള ഷേപ്പുള്ളത്. എൻ്റെ പേരാണ് സെർവൽ എന്നാണ് എൻ്റെ പേര് കേട്ടോ, സെർവൽ. ഒരു ചീറ്റനെ പോലെ അല്ലെങ്കിൽ വലിയ കാറ്റിനെ പോലെ ഇരിക്കുന്നത്. അതിൻ്റെ കൂടിൻ്റെ അകത്ത് കയറിയൊക്കെയാണ്. ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം, കാണാൻ പറ്റുന്നില്ല. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും അത്. അതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു. ഹലോ, നേരം വെളുത്തു, ഞങ്ങളൊക്കെ വന്ന് കാണാൻ വന്നേക്കണുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ മുഴുവനും നമ്മുടെ ടൈഗറിന് വേണ്ടി റിസർവ് ചെയ്തേക്കുന്ന സ്ഥലം കേട്ടോ. ഒരുപാട് അതിനുവേണ്ടി ഒരു പ്രത്യേക ടൈഗറിന് വേണ്ടി നല്ല ഒരുപാട് ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആനിമലാണ് ടൈഗർ. അപ്പോൾ അതിനുവേണ്ടി മാത്രം നല്ല ഭംഗിയാക്കി അവർ ഒരുപാട് സ്പേഷ്യലായി ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് കാണാം കേട്ടോ. എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ് ആശാൻ. നല്ല ഉറക്കം തോന്നുന്നു. നല്ല ഉറക്കമാണ് ആശാൻ. ടൈഗർ ഉറങ്ങണുണ്ട് നിങ്ങൾ, ഇതേ ഇങ്ങനെ കിടന്ന് ഉറങ്ങട്ടെ. ടൈഗർ ഇരിക്കണണ്ട, കണ്ട ഇങ്ങനെ കുഹയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ്ട, മുരുകൻ പോലെ. ഇതിനകത്തോട്ട് കയറാം നമുക്ക്, ഇതിനകത്തിരിക്കാം. ഇതിൽ കൂടെ കാണാം, കാഴ്ചകളൊക്കെ കാണാം. ടൈഗർ ടെറിട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ട് അതിൻ്റെ അത് ഗുഹയൊക്കെ ആക്കി നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ചേക്കാണ്. ടൈഗറിൻ്റെ ഓരോ കാര്യങ്ങളും എല്ലാ ഇൻഫോർമേഷൻ വെച്ചിട്ടുണ്ട് ടൈഗറിനെ പറ്റി. പലതരത്തിലുള്ള വ്യൂ, അതായത് നമുക്കൊരു വ്യൂവിലൂടെ അല്ല ഇതിവിടെ നടക്കാനായിട്ട് ഫ്രീഡം ആയിട്ട് കൊടുത്തേക്കുണ്ട്. ഇതിന് ഒരുപാട് സ്ഥലം ഇതിന് കൊടുത്തേക്കുണ്ട് ടൈഗറിന് ഉറങ്ങാനായിട്ടും പല സ്ഥലത്തിൽ കൂടെ നടക്കാനായിട്ടുള്ളത്. ബാക്കിൽ നോക്കി വാട്ടർഫോൾ ഇങ്ങനെ ആർട്ടിഫിഷ്യലാക്കി ഉണ്ടാക്കി വെച്ചേക്കണം. നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടാ നോക്കി, നല്ല രസമുണ്ട്, തണുപ്പുണ്ട് എടുത്ത് തൊടുമ്പോൾ. അത് മാത്രമല്ല ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നല്ല സൂപ്പർ വാട്ടർഫോളും. ഇത് മുകളിലാണ്, കുറച്ച് ടൈഗറിൻ്റെ സ്ഥലം മുകളിൽ വെച്ചേക്കണം. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങണ്ട. അപ്പോൾ അവിടെ അടുത്ത് എന്താണ് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴേക്കും എന്താണ് എക്സൈറ്റ്മെൻറ്റ് നമുക്കറിയില്ല. ഏത് ആനിമൽസിനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ത്രില്ല്. അത് ഈ ഇൻഫർമേഷൻ സെക്ഷൻ വായിക്കാതെ പോകുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക്. അല്ലെങ്കിൽ അത് ഏത് ആനിമൽസാണെന്ന് നേരത്തെ തന്നെ അറിയാൻ പറ്റും. സൂപ്പറാട്ടോ. ഒരു ഇത്ര നേരം കണ്ടപ്പോഴേക്കും നമുക്ക് ഹാപ്പിയായി, ഒരുപാട് സന്തോഷമുണ്ട് കാണുമ്പോൾ. അത്രത്തോളം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇവന്മാർ. ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും നമ്മളൊരു ജംഗിളിലൂടെ പോകുന്നൊരു പ്രതീതിയായിട്ടാണ് അവർ ചെയ്തു വെച്ചാണ്. നല്ല വെടിച്ചൊരു സ്ഥലമാണ്, ലുക്കാണ്, നല്ല ഭംഗിയുണ്ടാണ്. ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോളും എല്ലാം ചെയ്ത് നല്ല സൂപ്പറായിട്ട് ചെയ്ത് വെച്ചേക്കണം. നല്ല ഭംഗിയുണ്ടാണ്. ഇതിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തേക്കണ ഒരു റിസർവേഡ് സ്ഥലമാണത്. നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ അതിൻ്റെ ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ വ്യൂ വേറെയാണ്. ടൈഗർ ഉണ്ട്, അതിൻ്റെ അകത്തുണ്ടൊരെണ്ണം. നോക്കി കഴിഞ്ഞാൽ വേണ്ട, ആരേനും ഇരിക്കുന്നുണ്ട്. ഓ, നല്ല ഹാപ്പിയാണെന്ന് തോന്നുന്നു കേട്ടോ. ചൂടനാന്ന് തോന്നുന്നു, ചൂടരേനോന്ന് തോന്നുന്നു. ഒരു ഡക്കും ഒരു അരേനോട് പോകുന്നുണ്ട് ഇതിൽ കൂടി, നല്ല ഭംഗിയായിട്ട്. അതിനുവേണ്ടി ഒരു പോണ്ട് ഉണ്ടാക്കി വെച്ചേക്കട്ടെ. പലതരത്തിലുള്ള കാങ്കാരൂസ് ഉണ്ട്, അതിലൊരു തരത്തിലുള്ള കാങ്കാരൂണ് ഈ കാണുന്നത് കേട്ടോ. ഇരിക്കുന്നുണ്ട് അല്ല, ചുമ്മാ അത് ഫ്രീ ആയിട്ട് ഇട്ടേക്കണ്ട, അതൊന്നും ഉപദ്രവിക്കാതെ കൊണ്ട് അതിനെ ഫ്രീ ആയിട്ട് ഇട്ടേക്കാണ്. നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നില്ല, നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അടുത്ത് പോയിക്കാം. അതെ, നല്ല രസമായിട്ട് തന്നെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ആശാന്മാർ. നമുക്ക് ഗേറ്റ് തുറന്ന് ഓരോ സ്ഥലത്തും അങ്ങനെ ചെറിയ ചെറിയ ഗേറ്റുകൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് തുറന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകാം കേട്ടോ. ഇവിടെ അടുത്ത എക്സൈറ്റ്മെൻറ്റ് എന്തിട്ടൊന്നും അറിയില്ല. ഓരോ എക്സൈറ്റ്മെൻറ്റ് സ്ഥലങ്ങളാണ് ഓരോന്ന്. ഇതേ നോക്കി, ഒരു മയിൽ വന്ന് നോക്കി, അടിപൊളി, നല്ല രസമുണ്ട് കാണാനായിട്ട്. വന്നാണ്ട് മയിൽ വന്നുണ്ട്. ഞാൻ തൊട്ടടുത്ത് കൂടെ നടന്നു പോയുണ്ട്. മയിലിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഒരു രക്ഷയില്ല. ഇത് നോക്കി എന്നെ ഭംഗി നോക്കി, ഇതേണ്ട അതെന്ത് ഭക്ഷണം കഴിക്കുകയാണ്. ഹലോ പീക്കോക്ക്. ചീറ്റത് താഴെ ഇരിക്കുന്നു. അവർ രണ്ടൊരു ചായ പിടിച്ചുകൊണ്ടിരിക്കട്ടെ. അത് നോക്കുന്ന ആൾക്കാരാട്ടോ, ആനിമൽസിനെ നോക്കുന്ന ആൾക്കാരാണ്. അതൊരു സൂപ്പർ, അവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കാണിച്ചു കേട്ടോ, നല്ല രസമുണ്ട്.
സിയാമാങ് എന്ന് പറയുന്ന സംഭവം. അത് മങ്കി പോലെ പലതരത്തിലുള്ള മങ്കി ഉണ്ടല്ലോ. എന്താ കറുത്ത മങ്കി കേട്ടോ. ക്യാറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക അവന്മാർ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മങ്കിക്കുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ? നല്ല അടിപൊളി ഫെസിലിറ്റിയാണ്. നമ്മളെങ്ങാട്ടും നല്ല ലക്ഷറീസ് ആയിട്ടാണ് അവർ താമസിക്കുന്നത്. കണ്ടോ, ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നിച്ച് കൊടുത്തിട്ടാണോ നമ്മുടെ മങ്കീസിനൊക്കെ. കണ്ടോ എന്താ നോക്കി, വെള്ളം കുളിക്കാനായിട്ട് വെള്ളമുണ്ട്. നല്ല അതുമാത്രമല്ല ഇങ്ങോട്ട് കണ്ടോ, അടിപൊളി സ്ഥലം. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. സൂപ്പർ സ്ഥലം അത്. നല്ല അടിപൊളി ഒരു അനിമലാണ്. കാണിച്ചു തരാം കേട്ടോ. നല്ല സൂപ്പറാണ്. നമുക്ക് താഴേക്കിറങ്ങി കഴിഞ്ഞാൽ തൊട്ടടുത്ത് വന്നിട്ടുണ്ട് സംഭവം. ഇത്രയും തൊട്ടടുത്ത് ജിറാഫിനെ കാണാൻ ആദ്യമായിട്ട് കേട്ടോ. നല്ല രസമുണ്ടാകുന്നുണ്ട്. അവർക്കാണെങ്കിലും ഒരുപാട് സ്ഥലമുണ്ട്. കണ്ടോ, ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത് എനിക്ക് തോന്നുന്നു ജിറാഫിനും ടൈഗറിനുമാണ് കൊടുത്തേക്കണേന്ന് തോന്നുന്നു. ഇവിടെ ജിറാഫ്, വലിയൊരു ജിറാഫുണ്ട്. പിന്നെ അവിടെ ഒരെണ്ണം തൊട്ടടുത്ത് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകട്ടോ. ജിറാഫ് ഉണ്ട് തൊട്ടടുത്ത്. കണ്ടേ, എനിക്കൊന്ന് കല്ല് മറിക്കാണ്. ബാഹുബലിയാന്ന് തോന്നുന്നു. ബാഹുബലിയിൽ കല്ല് മറിച്ചുകൊണ്ടിരുന്നുണ്ട്. പൊക്കാനോട് പരിപാടിയാണ്. ജിറാഫത്തേക്ക് കല്ല് നാക്കിക്കൊണ്ടിരിക്കട്ടോ. കല്ല് എനിക്ക് തോന്നുന്നു നാക്കുകൊണ്ട് കല്ല് നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ പരിപാടിയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊന്ന് ബ്രഷ് ചെയ്യണോ? ഇനി ബ്രഷ് ചെയ്യണാവോ? രാവിലെ നേരം വെളുത്തല്ലേ ഉള്ളൂ. ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക തോന്നുന്നത്. നോക്കി എന്നെ ഭംഗി നോക്കിയ മരം കാണാൻ അടിപൊളി. നല്ല ഷേപ്പിൽ വന്നിട്ട് തണ്ട. നമ്മുടെ നാട്ടിലത്തെ ശരിക്കും പറഞ്ഞാൽ തെങ്ങ് പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ തേങ്ങയില്ല, അത് മാത്രമേ ഉള്ളൂ. അതായത് നമുക്കിനി ഓസ്ട്രിച്ചിനെ കാണാം. എന്താ ഓസ്ട്രിച്ചിനെ പടം വെച്ചിട്ടുണ്ട്. നമുക്ക് ഓസ്ട്രിച്ചിനെ കാണാം. ഓസ്ട്രിച്ചിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഇൻഫർമേഷൻ സെക്ഷൻ തന്നെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് ഷേക്ക് യുവർ ടെയിൽ ഫെദർ റൺ ഒബ്സ്ട്രക്ഷൻ റൺ ഓസ്ട്രിച്ച് ആർ ദ ലാർജസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് ഓഫ് ഓൾ ലിവിങ് ബേർഡ്സ്. എനിക്കറിയില്ല കേട്ടോ. ദേ ഹാവ് ദ ബിഗ്ഗസ്റ്റ് ഐ ബോൾ ഓഫ് എനി ലാൻഡ് ആനിമൽ. ഓസ്ട്രിച്ച് ക്യാൻ റൺ അപ് ടു 70 km/h. 70 km/h ഓടാൻ പറ്റിയൊരു പക്ഷി. അങ്ങനെയുള്ളൊരു പക്ഷീനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാ പക്ഷി അത്? ഓസ്ട്രിച്ച് താരങ്ങളിരിക്കുന്നുണ്ടോ? ഓസ്ട്രിച്ച് കണ്ടോ, കാണുന്ന പോലെ. ഇതിന് ഓസ്ട്രിച്ചിൻ്റെ മുട്ട ചിലവർ മേടിക്കാൻ കിട്ടും. നല്ല ഭയങ്കര വലിപ്പമുള്ള മുട്ടയാണ്. അത് ഓംപ്ലേറ്റ് ഉണ്ടാക്കി പലരും യൂട്യൂബിലിട്ടിട്ടുണ്ട്. എന്നാ രസം നോക്കി കാണാനായിട്ട്. 70 km/h ഓടാൻ പറ്റിയ പക്ഷി ചുമ്മിരിക്കില്ലടാ. ഒന്ന് ഓടിക്കാൻ കാണണ്ടടാ. സൂവിലൊക്കെ വരികയാണെങ്കിൽ രാവിലെ വന്ന് കാണണം. എന്നാലാണ് നമുക്ക് ഒരുപാട് ആനിമൽസ് കാണാനുണ്ട്. ഇവിടെ വിസ്താരമായ ഷോറൂമാണ് എന്ന് പറയുന്ന പോലെയാണ്. ഒരുപാട് ആനിമൽസ് ചവറ് പോലെ. അപ്പോൾ നമുക്കിത് അടുത്ത ആനിമൽസിനെ കാണണ്ട. പറയാനായിട്ട് സമയമില്ലാത്തൊരവസ്ഥയാണ്. ഇതെന്തിൻ്റെ സാധനം? റെയിൻഡിയറാ? Why there's no rain, huh? No rain. Not a reindeer. അടുത്ത ആനിമൽ. ഇതിലുള്ള ആനിമൽസൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. എന്നിട്ട് കണ്ട വപ്പിറ്റി സർവസ് കാനിമിസിസം എന്നിട്ടാണ് പേര് പോലും വായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ എന്നാലും ആനിമൽസെ കാണിച്ചു തരാട്ടാ. ഒരു രക്ഷയില്ല. നല്ല വാലൊന്നും ഇല്ല ഇതിന്. വാലില്ലല്ലേ അതിന്. പക്ഷെ കാണാൻ നല്ല ലുക്കാട്ടോ. അതേ നോക്കി, എന്നാ രസം നോക്കി. നല്ല ഒരു ആടിൻ്റെ വലിപ്പമുള്ള സാധനം. എനിക്ക് ഒരു കൊമ്പുള്ള ആനിമലോ? ഒരു കൊമ്പാണ് അതിന്? ഒരു കൊമ്പുള്ള. They have fights to decide who's the leader. But 2 of them are girls and 1's a boy. So they had a fight. 2 girls 1 boy ആണെന്നാണ് ആൽബി പറയുന്നത് കേട്ടോ. ആർക്കറിയാം. നമുക്ക് സീബ്രനെ കാണാം. സീബ്രനെ കാണാത്തവരുണ്ടാവില്ല. എന്നാലും പക്ഷേ കാണുമ്പോൾ ഒരു സുഖമുണ്ട് അതിന്. നമ്മുടെ വൈറ്റും ബ്ലാക്കും, നമ്മുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം പോലെ ഇരിക്കുന്ന ഒരു ആനിമൽസ്. പക്ഷെ നല്ല സൂപ്പർ ആനിമലാണ് കാണാനായിട്ട്. നല്ല രസം. സീബ്രനെ കാണുമ്പോൾ എന്തൊരു നമുക്കൊരു പാവം തോന്നുന്ന ഒരു ആനിമലാണ് അല്ലേ. സീബ്രനെ കാണാം. ബേബി സീബ്ര ഉണ്ടാ? ബേബി സീബ്ര നോക്കി കണ്ട. സീബ്ര രണ്ട്, ഒരു അപ്പനും ഒരമ്മയും ഒരു മോളാന്നറിയില്ല. നല്ല ഭക്ഷണത്തിലാണ്. എനിക്ക് ലഞ്ച് ടൈം ആണെന്നുണ്ട്. അവരുടെ മാലക്കാട്ടിയാണ് ലഞ്ച് കഴിക്കണത്. ഉണ്ട്. ആഹാ എന്നെ ഭംഗിയാ നോക്കിയാണ്.
ഇതിപ്പോൾ അവിടെ ഒരു റൈനോ ബിസ്ട്രോ എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്. അവിടെ പോയി നമുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യാം, എന്താ അവിടുത്തെ ലഞ്ച് കഴിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. എന്തായാലും മൊബൈലിൻ്റെ ചാർജ് തീർന്നുകൊണ്ട് എന്താവുമെന്ന് നമുക്കറിയില്ല, പക്ഷേ നമുക്ക് നോക്കാം. എത്രത്തോളം എടുക്കാമെന്ന് അത്രത്തോളം എടുക്കാം. ഓക്കെ. അച്ഛന്മാരെന്ന് കേട്ടില്ലേ, എന്താ ഇതുപോലത്തെ ഈ പാറ്റേൺ ഉള്ളതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പേര് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് അറിയില്ല. സോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് കാണണമെങ്കിൽ വന്ന് കാണുക. ക്രിസ്മസ് ഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഓപ്പൺ ആണത് 9 to 5 o'clock വരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും എല്ലാം നന്മകളും നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്. ട്രാവൽ ടെക് ഈ ജിഫിൻ. ബൈ ബൈ. താങ്ക് യു.